കാനഡ ഇമിഗ്രേഷന്റെ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകാൻ പോകുന്ന ആളുകൾക്ക് ഒരു വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. നിങ്ങളുടെ വർക്ക് പെർമിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയാലും നിങ്ങളുടെ വർക്കിംഗ് സ്റ്റാറ്റസ് 365 ദിവസം, ഒരു വർഷം വരെ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുതിയ മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെന്താണെന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് IRCC ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡിപ്പെൻഡ് ഓൺ 3 തരത്തിലുള്ള സിനാരിയോ ബേസ് അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ലെറ്റർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കാനഡയിൽ സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ പഠിക്കാൻ വരുന്നു. നമ്മുടെ സ്റ്റഡി പെർമിറ്റ് തീരുന്നതിന് മുൻപ് തന്നെ അത് മിക്ക ആളുകളും അത് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലേക്ക് ഡിപ്പെൻഡ് അപ്പോൾ നമ്മൾ എടുക്കുന്ന കോഴ്സ് അടിസ്ഥാനത്തിൽ 8 മാസം മുതൽ 3 വർഷം വരെ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് ഇവിടെ അത് കാനഡ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നിശ്ചിത മണിക്കൂറിൽ മാത്രമാണ് നമ്മുടെ പഠനത്തോടൊപ്പം ജോലി ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ഫുൾ ടൈമിൽ ജോലി ചെയ്യാവുന്നതും അങ്ങനെ 3 വർഷം വരെ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പെർമിറ്റിലായിരുന്ന പല ആളുകളുടെയും വർക്ക് പെർമിറ്റ് അതായത് എക്സ്പയർ ആയി നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വർക്ക് പെർമിറ്റിനെ കുറിച്ച് ഒരു വലിയ ആശങ്കയിലാണ്. പല ആൾക്കാരും തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് പോകണം എന്നൊക്കെയുള്ള പല വാർത്തകൾ അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു ആശ്വാസമായിട്ട് അവർ ഓരോ പ്രാവശ്യവും പുതിയ അപ്ഡേറ്റുകൾ എങ്ങനെയാണ് അവർക്ക് സേഫ് ആയിട്ട് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഡേ ബൈ ഡേ അവരുടെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർക്ക് പെർമിറ്റിൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് നിങ്ങൾ എക്സ്പയർ ആകാൻ പോകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ PR വേണ്ടിയുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതിനൊരു വലിയ ലോങ് കാത്തിരിപ്പാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ ഒരു 2 പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണ്. ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാനും ആപ്ലിക്കൻസിന്റെ അവരെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കിക്കൊണ്ട് അതായത് അവരുടെ ആ ഒരു PR ആപ്ലിക്കേഷന്റെ അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ മെയ്ഡ് ഉണ്ടാകുന്നിടം വരെ അവർക്ക് ഫ്രീ ആയിട്ട് ഈ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആശ്വാസം നൽകുന്ന ഒരു പുതിയ നിയമമാണ് ഇപ്പോൾ അവർ ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ ഈ പുതിയ റൂൾ അനുസരിച്ച് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ 8 മാസം മുതൽ 3 വർഷം വരെയുള്ള നിങ്ങളുടെ PGWPയുടെ ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വർക്ക് പെർമിറ്റ് അത് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ എക്സ്പയർ ആകാൻ കാത്തിരിക്കരുത്. എക്സ്പയർ ആകാൻ കാത്തിരുന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ എക്സ്പയർ ആയതിനു ശേഷമാണ് നിങ്ങളുടെ 2ാമത്തെ ആപ്ലിക്കേഷൻ അതായത് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് മുട്ടൻ പണിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഗവൺമെന്റ് എൻകറേജ് ചെയ്യുന്നത് നിങ്ങളുടെ നിലവിലെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, പുതിയ റിന്യൂവൽ ആപ്ലിക്കേഷൻ, എക്സ്റ്റൻഡഡ് വർക്ക് പെർമിറ്റിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സേഫ് ആയിട്ട് അടുത്ത 1 വർഷം കൂടെ കൂളായിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡിലേ വന്നാലും നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് ജോലി തുടരാവുന്നതും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന PR ആപ്ലിക്കേഷന്റെ ഡിസിഷൻ മെയ്ഡ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു പുതിയ നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2ാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു. പക്ഷേ ആ ആപ്ലിക്കേഷൻ അത് റെഫ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബോധ്യമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എക്സ്റ്റെൻഡഡ് വർക്ക് പെർമിറ്റിനുള്ള മറ്റൊരു ആപ്ലിക്കേഷനും കൂടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ആദ്യം നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ നിങ്ങളുടെ റെഫ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആ പൂളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ അത് പ്രോസസ്സ് ചെയ്യുന്നിടം വരെയും അതിൻ്റെ ഡിസിഷൻ മെയ്ഡ് വരുന്നിടം വരെയും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് തുടരാവുന്നതാണ്.
മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും കാര്യത്തിൽ അത് റിട്ടേൺ ആകുകയാണ്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാര്യത്തിൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യപ്പെടുകയാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആളുകൾക്കും നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ തന്നെ ഇൻ കേസ് നിങ്ങൾ ആദ്യം കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റിൽ തുടരാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒന്നും എക്സ്പയർ ആകാൻ കാത്തു നിൽക്കാതെ മുന്നേ തന്നെ അടുത്ത ഒരു എക്സ്റ്റൻഡഡ് വർക്ക് പെർമിറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അതാണ് പ്രധാനമായിട്ടും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 തരത്തിൽ, അതായത് നിങ്ങളുടെ ഒറിജിനൽ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയാലും, നിങ്ങളുടെ വർക്ക് പെർമിറ്റിനുള്ള ആപ്ലിക്കേഷൻ റിഫ്യൂസ് ആയാലും, നിങ്ങളുടെ വർക്ക് പെർമിറ്റിനുള്ള ആപ്ലിക്കേഷൻ അത് ഇൻകംപ്ലീറ്റ് ചെയ്യപ്പെട്ട് അത് തിരിച്ചയക്കപ്പെട്ടാലും നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങളുടെ യഥാർത്ഥമായി നിങ്ങളുടെ PR-നുള്ള ആപ്ലിക്കേഷൻ്റെ ഡിസിഷൻ മേഡ് വരുന്നിടം വരെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടരാം എന്നതാണ് പുതിയ ഇമിഗ്രേഷൻ റൂളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റിൽ നമുക്ക് വീണ്ടും കാണാം. I am Sanat Rexy Joy. Bye.